ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അമ്മയുടെ ഒരു സ്പെഷ്യൽ അയിലക്കറിയാണ്. ഫസ്റ്റ് കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, ചെറിയ ഉള്ളി ചതച്ചത്, വേപ്പില കുറച്ചധികം, പിന്നെ പകുതി തക്കാളി. ഞങ്ങളുടെ വലിയ തക്കാളി ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പകുതിയാക്കി കട്ട് ചെയ്തത്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്. കുറച്ച് കുടപ്പുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതായിരുന്നു. പിന്നെ ഉപ്പ് പാകത്തിന്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്പ. അതിനുശേഷം വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് അത് പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ചു. അതെന്തോരട്ടമ്മ? ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി കേട്ടോ. നന്നായിട്ട് ഇത് തിരുമ്മി കൈകൊണ്ട് തിരുമ്മി മിക്സ് ചെയ്യുക. പിന്നെ ഒരു 1.5 മുറി നാളികേരം ത്തിന്റെ പാല് ഒഴിച്ചു. കുറച്ച് വെള്ളത്തിലാണ് 1.5 മുറി നാളികേരം നല്ലോണം വെള്ളത്തിലാണ് കേട്ടോ അടിച്ചെടുത്തത്. അതെല്ലാം കൂടെ അമ്മ മിക്സ് ചെയ്തു. ഇത് ആദ്യം ഒരു 20 മിനിറ്റ് തിളയ്ക്കാൻ വെച്ചു. ഇപ്പൊ 20 മിനിറ്റ് ആയി. 20 മിനിറ്റിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ച ഏകദേശം 1.5 കിലോ അയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അമ്മയുടെ മീൻകറിക്ക് കുറച്ചധികം സമയം വേണം കേട്ടോ. ഇതിനി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ സൈഡിൽ തെളിയണ വരെ തിളപ്പിക്കും. അതോടുകൂടി ആ മീൻ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി മീൻ ഫ്രൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ. കുത്തി പൊടിച്ച മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി,
സാധാരണ രണ്ട് മിക്സാണ്. രണ്ട് മിക്സ് ചെയ്ത കാശ്മീരിയും സാധാരണ മുളകും മിക്സ് ചെയ്ത പൊടി. പിന്നെ ഈ മിക്സിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ മീൻ എല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ മീൻ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി കുറച്ച് ഉള്ളി കാച്ചി അതിലേക്ക് ഒഴിക്കണം. ഒരു 5-8 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ചധികം വേപ്പിലയും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഈ വറ്റിച്ച് വച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഫിഷ് ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഫിഷില്ലേ അത് ഫ്രൈ ചെയ്യാനായിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വേപ്പില നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഫിഷ് ഫ്രൈ ചെയ്യാൻ വെക്കുന്നത്. അങ്ങനെ വെച്ചാൽ മീൻ അടിയിൽ പിടിക്കില്ല. പിന്നെ ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റും സ്മെല്ലും ആയിരിക്കും. ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇഞ്ചി ചതച്ചത് വയ്ക്കും. ഒരു സൈഡ് ഫ്രൈ ആയപ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ടു. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മ സ്പെഷ്യൽ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.